ശബരിമലയിലെ വെറും ഒരു അടിച്ചുതളിക്കാരൻ്റെ പദവിയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി UDF കൺവീനർ അടൂർ പ്രകാശിന് എന്താണ് ബന്ധം? ഇതാണ് കഴിഞ്ഞ കുറേ നാളുകളായി മീഡിയ മലയാളം ABC ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത് ചോദിച്ചു. അതിനുശേഷം ഇന്ന് SIT അടൂർ പ്രകാശിനെ വിളിക്കുന്നു, ചോദ്യം ചെയ്ത്. ഇതൊക്കെ കുറച്ച് മുന്നേ ആകേണ്ട കാര്യമാണ്. പക്ഷേ സതീശൻ ഇന്നലെ ഒരു പുതുയുഗ യാത്ര ആരംഭിച്ചതോടുകൂടി കോൺഗ്രസിൻ്റെ ഓരോരുത്തരായിട്ട് അകത്ത് കയറാൻ തുടങ്ങി. പിന്നെ ഇദ്ദേഹം അറസ്റ്റിലാകുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യലുകൾ നടക്കട്ടെ. ഇതിനിടയിൽ അടൂർ പ്രകാശ് പോറ്റിയുമായുള്ള ഫോട്ടോകൾ ഇതൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിലൊക്കെയാണ് SIT അന്വേഷണം നടത്തുന്നത്. അന്വേഷണം എത്തി ഒടുവിൽ സോണിയാഗാന്ധിയിൽ വരെ എത്തി നിൽക്കും, അത് ഉറപ്പാണ്. അങ്ങനെയാണ് എങ്കിൽ KC വേണുഗോപാൽ ശബരിമലയിൽ ദേവസ്വം ബോർഡ് മന്ത്രിയായി വന്നത് മുതൽ ഉള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് വരും. അടുത്ത നറുക്ക് KCക്കാണോ? ഇന്നലെ മുഖ്യമന്ത്രി നമ്മൾ നേരത്തെ പറഞ്ഞ 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നു. 2004 KC വേണുഗോപാൽ മന്ത്രിയാണ്. ആരെ മാറ്റിക്കൊണ്ട്? ഈ കാർത്തികനെ മാറ്റിക്കൊണ്ട്. ഈ കാർത്തികനെ പറ്റി എനിക്കറിയാം, അതിനെക്കാട്ടി കൊണ്ട് PS മാർക്ക് അറിയാം. കോൺഗ്രസിനകത്ത് നമുക്ക് കൃത്യമായിട്ട് നേതാക്കന്മാരെ പരിഗണിക്കുമ്പോൾ ആദ്യം പരിഗണിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിട്ടുള്ള അഴിമതിയൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റാത്ത ഒരു നേതാവ് തന്നെ ഇപ്പോഴത്തെ ശബരിനാഥൻ്റെ അച്ഛൻ. അപ്പം അദ്ദേഹത്തെ മാറ്റിയിട്ട് KC വേണുഗോപാലിനെ കൊണ്ടുവരുന്നു. അപ്പം മാത്രവുമല്ല, ഇതിനകത്ത് നമ്മുടെ രാഷ്ട്രീയം ഇപ്പോഴും CPM ഒരുപക്ഷെ പുറത്താക്കിയിട്ടുള്ള അല്ലാത്ത CPM നേതാക്കന്മാരിൽ പ്രബലനായിട്ടുള്ള പത്മകുമാർ പറയുന്നുണ്ടായിരുന്നു, പപ്പൻ അറിയാമായിരുന്നു പപ്പനകത്ത് പോകുന്നു. പപ്പൻ അറിയാമല്ലോ പപ്പൻ ചെയ്ത ജോലി എന്തോന്ന്. അപ്പം അകത്ത് പോകുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മാധ്യമങ്ങൾ മുമ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. 2004 തൊട്ട് നിങ്ങൾ പരിശോധിക്കണം. അതായത് വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് ഇപ്പം രാഷ്ട്രീയ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്നവർക്ക്, രണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് അകത്തും ആൾക്കാർ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് മേളിലിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അതുകൊണ്ടാണല്ലോ പല കാര്യത്തിനകത്തും അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുന്നത്. പല കാര്യത്തിനകത്തും പുറത്തെങ്ങനെ പറയുമ്പോഴും അകത്തൊരു ഒളിച്ചു കിടത്തലുണ്ട്. അന്ന് പപ്പൻ മനസ്സിലായി, എനിക്ക് പൂട്ട് വീണു, കത്രിക പൂട്ട് വീണു. അപ്പോൾ പപ്പൻ പറഞ്ഞു, ഞാൻ ഇരുന്നപ്പോൾ നടന്ന കൊള്ളയാണ് ഇത്രയും, ശരി സമ്മതിച്ചു, ഞാൻ തിരുത്തി, ഞാൻ കള്ളനാന്നേ എന്ന് പറയുന്ന രീതി പറയും. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും ആ രീതി പറഞ്ഞിട്ട് പറഞ്ഞു 2004 തൊട്ട് ആ പോറ്റി കയറിയത്, ആ 2004 തൊട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കണം എന്ന് പപ്പൻ പറഞ്ഞപ്പോൾ ഇപ്പം SIT എടുത്ത് പറഞ്ഞേക്കുന്നത് 98 തൊട്ട്, അതായത് വിജയം വലിയ സ്വർണം പൂശിയ കാലം തൊട്ടുള്ളത് അങ്ങോട്ട് പരിശോധിച്ചിട്ട് അതിനകത്താണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് പറഞ്ഞാൽ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു. ഇന്നലെ വൈകിട്ട് KC വേണുഗോപാൽ ഇതിനകത്തുണ്ടെന്ന് പറയുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ അടിച്ചുതെളിക്കാരൻ എന്ന് പറയേണ്ടവൻ. എന്തുകൊണ്ട് ആ അടിച്ചുതെളിക്കാരൻ ലോകത്തിൽ തന്നെ വേണമെങ്കിൽ പറയാം, ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 VVIP ആയിട്ടുള്ള ആ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും ഒരുപക്ഷെ ശിവകുമാർക്ക് കോൺഗ്രസിൽ ഏറ്റവും വലിയ നേതാവാണ്. അദ്ദേഹത്തിന് പോലും കഴിഞ്ഞ ദിവസം അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ കിട്ടത്തില്ല, മാസങ്ങൾ കഴിഞ്ഞ് കിട്ടുന്ന അവരുടെ അടുത്ത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണം മേടിച്ച ഗോവർദ്ധൻ എന്ന് പറഞ്ഞ അകത്ത് കിടക്കുന്നവനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യയും കൂടെ നിന്നതിന് വ്യക്തത വരുത്തിയ ഒരു ഉത്തരം പറയാൻ കോൺഗ്രസിന് തയ്യാറാവണ്ടേ? അതുകൊണ്ട് ഇലക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പ്രചരണം നടത്തി വോട്ട് കിട്ടുകയും അതിൻ്റെ കൂടെ നിൽക്കുന്നവരെ ജയിപ്പിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന, ശബരിമല ഭഗവാന് വേണ്ടി സംസാരിക്കുന്നവരെ സഹായിക്കാൻ നിൽക്കുന്ന വോട്ടർമാർ, ജാതിയില്ല മതമില്ലാതെ, അത് മുസ്ലിം കാണും, ക്രിസ്ത്യാനി കാണും, ഹിന്ദു കാണും, ഈ ലെവലിൽ നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ്, അതായത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവല്ല, രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞു, തൊടണ്ട, സ്വർണ്ണക്കൊള്ളയെ തൊടണ്ട, സോണിയാഗാന്ധിയുടെ പേര് വലിച്ചിഴയ്ക്കണ്ട. ഇപ്പോഴും ചോദ്യം ആദ്യം മുഖ്യമന്ത്രി ചോദിച്ചത് നമ്മളാണ് ഈ ചോദ്യം ഏറ്റവും മുമ്പിൽ കൊണ്ടുവന്നത്. നമ്മൾ തമ്മിൽ സംസാരിച്ചാണ് എന്ന് സോണിയാഗാന്ധി ഈ ഒരു കാര്യം പറഞ്ഞാൽ മതി നമ്മൾ പറഞ്ഞു. അത് തന്നെ സോണിയാഗാന്ധിയുടെ പേര് വരുന്നു. എന്നിട്ട് ഇപ്പോഴും സോണിയാഗാന്ധിയുടെ പേര് അറച്ചറച്ച് CPM പറയുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് പറയുന്നു, എന്താണ് മുരളീധരൻ ചോദിക്കുന്നുണ്ട്, സോണിയെതിരേക്ക് വലിച്ചഴക്കേണ്ട. സോണിയെ വലിച്ചഴക്കേണ്ടെന്ന് പുള്ളിയുടെ താല്പര്യം, പുള്ളിയുടെ നിലനിൽപ്പിന്റെ താല്പര്യം. സോണിയാഗാന്ധി പറയട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സതീശൻ പറയട്ടെ, മുരളീധരൻ പറയട്ടെ, എന്തിന് ഉണ്ണികൃഷ്ണൻ പൂറ്റി അവിടെ പോയി, എന്തിന് പ്രകാശ് പോയി, എന്തിന് ഈ പറയുന്ന പത്തനംതിട്ട ശബരിമല നിൽക്കുന്ന MP പോയി. ഇതിനകത്ത് നമുക്ക് ചോദിക്കും, നിങ്ങൾ പറ, ഞങ്ങൾ വിശ്വസിച്ചോളാം, ഞങ്ങൾ പറയും. അപ്പം അത് തന്നെ ഇപ്പോൾ SIT ചോദിക്കുന്നത്, എന്തിന് പലവട്ടം ഈ പറയുന്ന അടിച്ചു തെളിക്കാരൻ ആരാ പ്രകാശ്? അദ്ദേഹം ഞാൻ ബഹുമാനിക്കുന്ന നേതാവാണ്.
എനിക്കറിയാവുന്ന പുള്ളി എന്തിനാ പലവട്ടം അവിടെ പോയത് ചോദിക്കുന്നതിന് ഉത്തരം കൊടുത്താൽ മതി. SIT ആ ചോദ്യം വല്ലേ ചോദിച്ചുള്ളൂ. അതിന് ആ ചോദിക്കുന്നതിന് ഉത്തരം കൊടുക്കുന്നതിന് പകരം മുരളീധരൻ അവിടെ വന്നിട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സാറേ പ്രിയേഷ് സാർ അവിടെ പോയെങ്കിൽ പ്രിയേഷ് സാർ അവിടെ പോയെന്തിനാന്ന് ചോദിക്കുക. സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഓക്കെ, അവിടെ പോയി അറിയാതെ അതൊക്കെ മനസ്സിലാവും. ഇതുപോലെ ഇപ്പൊ ചോദിക്കുന്നത് SIT ചോദിക്കുന്നത് അതിന് മുരളീധരൻ വെപ്രാളം പിടിക്കണോ? രമേശ് ചെന്നിത്തല രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയണോ? അല്ലെങ്കിൽ സതീശൻ പറയണോ മുഖ്യമന്ത്രി ഫോട്ടോയുടെ കൂടെ നിന്നെന്ന്? മുഖ്യമന്ത്രി ഫോട്ടോയുടെ കൂടെ നിന്നെങ്കിൽ ഫോട്ടോയുടെ കൂടെ നിൽക്കുന്നവരുടെ എല്ലാം അന്വേഷിക്കുമല്ല, അതിനകത്ത് ആരുടെയൊക്കെ കൂടെ ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോയ്ക്കകത്ത് മുഖ്യമന്ത്രി ഫോട്ടോയുടെ കൂടെ നിന്നെങ്കിൽ അതിന്റെ ക്ലാരിറ്റി CPM തന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം തന്നിട്ടുണ്ട് എന്തിനാണ് നിന്നതെന്നുള്ളത്. പുള്ളി മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല ഇവൻ നിൽക്കുന്നത് മുഖ്യമന്ത്രി നിൽക്കുന്നത് നമ്മൾ അകലം കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ദൂരെയാണ് നിൽക്കുന്നത്. ഇതുപോലെ കെട്ടിപ്പിടിച്ച് കയ്യ ചെയിനും കൊടുത്തല്ല നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈന്തപ്പഴമാണെന്ന് പറഞ്ഞുകൊണ്ട് സാധനങ്ങൾ മേടിച്ചിട്ടില്ല. KC വേണുഗോപാൽ ഇന്നലത്തെ മുഖ്യമന്ത്രി ഇത് പറഞ്ഞതിന് ശേഷം KC വേണുഗോപാലിന്റെ മുഖവും നമ്മൾ ബോഡി ലാംഗ്വേജ് അറിയാമല്ലോ, വർത്തമാനം പറയാൻ പറ്റാതായി. നമ്മൾ ഇതിനകത്ത് കോൺഗ്രസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാറ് പിയേഴ്സൺ മാഷ് മുമ്പേ ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞതുപോലെ ഇനിയും വരാൻ പോകുന്നത് ക്യൂ ആയിട്ട് കോൺഗ്രസ്സുകാരാ. അത് ഇലക്ഷൻ വരുന്നിടം വരെ അല്ല. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തീർന്നു. ഞാനീ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ഇനി അപ്പുറം ഒന്നുമില്ലെന്ന്. 2 നേതാക്കന്മാര് വാസു പപ്പനും അകത്തായി, അതിനപ്പുറം ഒന്നുമില്ലെന്ന്. പക്ഷേ ഇനി ഈ അന്വേഷണത്തിനകത്ത് വരാൻ പോകുന്നത് 2000 ഇവർക്ക് മുമ്പുള്ള കാലത്തെ കൊള്ളയാ. അതിനകത്ത് നമുക്കറിയാം കൊടിമരം വരും, നമുക്കറിയാവുന്ന മണി വരുന്നുണ്ട്, ഇപ്പം കുത്തുവിളക്ക് വരുന്നുണ്ട്, 18ാം പടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ അറിയാത്ത എത്രയോ കോടിക്കണക്കിന് രൂപയുടെ പഞ്ചലോക വിഗ്രഹം അവിടുന്ന് ഉണ്ടായിരുന്നു എന്ന് നമുക്കിതിന്റെ കണക്കൊന്നും അറിയത്തില്ല. വളരെ ദീർഘകാലമായിട്ട് ആന്റിക് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക, കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. ഇത് വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അഭിപ്രായമില്ല സാറേ, ഇപ്പോഴും അഭിപ്രായമില്ല. കോടതി ഇതിന്റെ പുറകെ നിന്നിട്ട് അന്വേഷിക്കണം പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്നൊക്കെ നുള്ളി പറയും. ഇപ്പം തന്നെ പ്രകാശിനെ ചോദ്യം ചെയ്തേ മതിയാകും എന്ന് ഡയറക്ഷൻ കാണും. ഇപ്പം നാളെ KC വേണുഗോപാലിന്റെ വിഷയം വരുമ്പോൾ അവസാനം സോണിയാഗാന്ധിയിലേക്ക് ഇത് എത്തി നിൽക്കത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞൊരു ഇറ്റലി പോയേ നിൽക്കൂ, ഇത് അന്വേഷിച്ച ഇറ്റലി പോയേ നിൽക്കത്തുള്ളൂ. അപ്പം ഇതിനകത്ത് ഇന്നലെ പറഞ്ഞത്, അതായത് വെല്ലുവിളിച്ചത്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്നതിന് മറുപടി അതിന്റെ കാരണം വ്യക്തത വരുത്തുന്നതിന് പകരം എന്നാ പിന്നെന്താ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ചോദ്യമല്ല, അത് സാധാരണക്കാരൻ ചോദിക്കേണ്ടതാണ്. മറ്റേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇതിപ്പോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന VD സതീശനാണ്. സതീശന്റെ പൊതുവേ ഉള്ള കാര്യം, സതീശന് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളോട് പുച്ഛവും അറപ്പും ഒക്കെയാണ്. കാരണം ഹിന്ദുക്കളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് മുസ്ലിംസിന്റെ അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മതി എന്നാണ് സതീശൻ പറയുന്നത്. അതുകൊണ്ട് ഈ ഹിന്ദുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് സതീശനെ സംബന്ധിച്ച്, സതീശനെ മാത്രം ഊന്നി പറയുന്നതാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല എന്നുള്ളതാണ്. ഇവിടെ UDF കൺവീനറെയും ഇപ്പൊ ചോദ്യം ചെയ്യുമ്പോൾ ഇതിൽ പിന്നെ പല ചോദ്യങ്ങളും SIT ചോദിക്കുന്നുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പകപോക്കൽ എന്നൊക്കെ പറയുമ്പോഴും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് ഒരു പാട്ടിറക്കിയത്, പോറ്റിയെ കയറ്റിയ സ്വർണം കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ അടൂർ പ്രകാശിനെ ഇപ്പൊ നാളെ ചിലപ്പോൾ KC ആയിരിക്കും, സോണിയാഗാന്ധി വരെ എത്താൻ SITക്ക് എത്രത്തോളം കഴിയുമെന്നുള്ളത് ഒരു ചോദ്യമായി നിൽക്കുമ്പോഴും KCയും UDF കൺവീനറെ അടക്കം ചോദ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ ഒരു വലിയ പ്രതിസന്ധിയിലേക്കല്ലേ കോൺഗ്രസ് പോകുന്നത്? അല്ല, ഇവിടെ കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചോദിച്ചത് ഇങ്ങനെയാണല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അടൂർ പ്രകാശിന്റെ പടം കണ്ടു, അതിൻ്റെ പേരിലാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതെങ്കിൽ അതേപോലത്തെ പടം മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം കണ്ടിട്ടുണ്ടല്ലോ, വിജയനെയും ചോദ്യം ചെയ്തൂടെ എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ അതിന് SIT കൃത്യമായിട്ട് ഉത്തരം ഉണ്ടാവില്ല, ആരെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യാതിരിക്കുന്നതെന്നും. കാരണം ഈ SITക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന അന്വേഷണമാണ് ശരിക്കും. അതുകൊണ്ടൊക്കെയാണ് പപ്പനും വാസുക അകത്തായത്. അല്ലാണ്ട് CPM ആണ് ആ അന്വേഷണമൊക്കെ നടത്തണമെങ്കിൽ പപ്പനും അതേപോലെ വാസുവൊന്നും അകത്താകേണ്ട കാര്യമില്ല. കാരണം അത് CPM നേതാക്കളാണ്. അപ്പോൾ അവരൊക്കെ അകത്തായി ഇവർ മിണ്ടാൻ പറ്റാതെ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിന് ഈ പടം മാത്രം കണ്ടിട്ടല്ല, പല ഘട്ടങ്ങളിലും പോറ്റി അടൂർ പ്രകാശിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, പലതരം ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യം ചെയ്യലുകളെല്ലാം നീണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള രീതിയിലേക്ക് അത് മാറുന്നത്. അങ്ങനെയാണ്. ഇതിപ്പോൾ 2-3 ദിവസങ്ങളോളം നമ്മൾ വിൽക്കാറും അടൂർ പ്രകാശിനെ എന്തിനെ SIT ചോദ്യം ചെയ്തു എന്ന കാര്യം നമ്മളിങ്ങനെ ചർച്ച ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അടൂർ പ്രകാശിനോട് ചോദിക്കുകയാണ്, പോറ്റി നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾ എന്തിനാണ് പോറ്റിയുമായിട്ട് ഇത്രയും നാളുമായിട്ട് ബന്ധപ്പെടുകയും
അതേപോലെ തന്നെ സോണിയാഗാന്ധിയുടെ അടുത്തൊക്കെ ഈ ആൻ്റണിയും നിങ്ങളൊക്കെ ആയിട്ട് പോയ കാര്യങ്ങൾ എന്താണ് എന്ന ചോദ്യങ്ങളായിരിക്കും ആദ്യം വരുന്നത്. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളിലേക്ക് പോകും. പ്രശാന്ത് പറഞ്ഞ മാതിരി ഇത് കുറേ ദിവസം ഇനി കോൺഗ്രസ് നേതാക്കളുടെ ഘോഷയാത്രയായിരിക്കും. ഈ ഘോഷയാത്രയൊക്കെ അവസാനിക്കുമ്പോഴേക്കും തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ധന്യ ചോദിച്ചതെന്ന് വെച്ചത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യത? തെരഞ്ഞെടുപ്പിലെ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 2004 മുതൽ 2024, 25, 26 വരെയുള്ള കാലഘട്ടങ്ങളിൽ ശബരിമലയിൽ ഭരിക്കാൻ പോയിരുന്ന മുഴുവൻ ആളുകളും ഇതിൻ്റെ കൊള്ള മുതലിൻ്റെ പങ്കാളികളായിരുന്നു എന്ന നിലയ്ക്കായിരിക്കും പുറത്തു വരാൻ പോകുന്നത്. അതെത്ര എന്നുള്ളത് നമുക്കറിയില്ലേ. ഇപ്പോൾ സ്വർണത്തിൻ്റെ കാര്യത്തിലുള്ള പ്രത്യേകതയാണ്, സ്വർണ്ണപ്പാളികളെ കഴിച്ചുകൊണ്ട് പോയി അത് ഉരുക്കി തൊണ്ടി മുതൽ എന്ന് പറഞ്ഞാൽ ഇവരെ കണ്ടുപിടിക്കാൻ കഴിയില്ല, ഒരിക്കലും പറ്റത്തില്ല. ഒരു പ്രശ്നമാണ്. തൊണ്ടി മുതൽ കണ്ടുപിടിക്കപ്പെടാൻ പറ്റാത്തത് ഈ അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് കണ്ടെടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് ഉരുക്കി വേറെ രൂപമായി മാറി. കുറച്ച് സ്വർണം മാത്രമായി. സ്വർണം എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ, അത് ശബരിമലയിലെ സ്വർണ്ണമാണ്, അയ്യപ്പൻ്റെ സ്വർണ്ണമാണ്, കട്ടിളപ്പാളി സ്വർണ്ണമാണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പത്തെ പൊതിഞ്ഞ സ്വർണ്ണമാണ് എന്നൊന്നും ആർക്കും തെളിയിക്കാൻ പറ്റില്ല. കാരണം ഇത് വെറും സ്വർണ്ണമാണ്. അപ്പോൾ അത് ജനറിക് സ്വർണ്ണമായി, ജനറിക് ഗോൾഡായി മാറുമ്പോൾ അത് തൊണ്ടി മുതലല്ലാതെ മാറി. ഇത് അന്വേഷണ സംഘം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ അന്വേഷണ സംഘം എല്ലാവരെയും കൃത്യമായിട്ട് ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇത് ഒരു വിഷയം അല്ലാതാവുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ട ആളുകൾ കോൺഗ്രസ്സായി വരുന്ന തരത്തിലേക്ക് ഇത് മാറി. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്വർണം വേണമെങ്കിൽ പറയാം, സ്വർണം കട്ടത് CPM, അതിൻ്റെ ഗുണഭോക്താക്കൾ കോൺഗ്രസ്സുകാരും. അപ്പോൾ രണ്ടുപേരും അവസാനം എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ മുഖ്യ പ്രതികളായിട്ട് അണിനിരക്കുന്ന സ്ഥിതിയിൽ. ഞാൻ ഈ പപ്പൻ്റെ കാര്യം എന്നോട് ആദ്യം പറഞ്ഞല്ലേ, നമ്മളിത് ചർച്ചക്കെടുക്കുന്ന സമയത്ത് പപ്പൻ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മളന്ന് ചോദിച്ചിരുന്നത്. അതെ, പപ്പൻ പറഞ്ഞതെന്താണ്, ഞാനിതിൻ്റെ പ്രസിഡൻ്റാണ്, ശരിയാണ്, പക്ഷേ എൻ്റെ ഇടവും വലത്തുമായിട്ടുള്ള 2 ആളുകളുണ്ടായിരുന്നു, നിങ്ങളെന്താണ് അവരെ ചോദ്യം ചെയ്തതെന്ന് അദ്ദേഹം ചോദിച്ചില്ലേ? ഇല്ലേ? ചോദിച്ചു. അത് കഴിഞ്ഞ് കോടതിക്ക് അവരെ ചോദ്യം ചെയ്യേണ്ടെന്ന് 2 പിടിച്ച് സുപ്രീം കോടതി വരെ പ്രശ്നം ഉണ്ടാക്കി ശങ്കർദാസിനോട്, അല്ലേ? ഞാനതുകൊണ്ടാ പറഞ്ഞ് നമ്മൾ ഇപ്പോഴും പൂർണ്ണമല്ല, അല്ല, ആ കാര്യം കഴിഞ്ഞു. അങ്ങനെ അവരെ അകത്താക്കി. അതിനുശേഷമാണ് പിന്നീട് ഈ ദൈവതുല്യനായ ഒരാളാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവതുല്യനായ തന്ത്രിയെ പിടിച്ചകത്ത് ഇങ്ങനെ ഓരോരുത്തരും വരികയാണ്. ഘോഷയാത്രയിൽ അവസാനത്തെ ആളാര് എന്ന് അന്വേഷിച്ച് കേരളം കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്.